ഒരു മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഈ രാജ്യങ്ങൾ ഏറ്റവും സുരക്ഷിതമായിരിക്കും. മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ സുരക്ഷിത താവളങ്ങൾ ഉണ്ടായിരിക്കുമോ? പലരും പറയുന്നത് മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ ലോകത്തൊരു മനുഷ്യനും ഇനി അവശേഷിക്കില്ല എന്നാണ്. കാരണം രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയ കെടുതികൾ നമുക്കറിയാം. ആറ്റം ബോംബ് സ്ഫോടനവും യൂറോപ്പിൽ നടന്ന മാരകമായ സംഘർഷങ്ങളും ഒക്കെ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവനുകളാണ് അപഹരിച്ചത്. ഈയാമ്പാറ്റകളെ പോലെ മനുഷ്യർ മരിച്ചൊടുങ്ങി. ഏറ്റവും അധികം ആൾനാശമുണ്ടായത് റഷ്യയ്ക്കും ജർമ്മനിക്കുമാണ്. യൂറോപ്പിലെ ഇംഗ്ലണ്ടും ഫ്രാൻസുമൊക്കെ യുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായി. ഏറ്റവും മാരകമായ യുദ്ധമായിരുന്നു റഷ്യയും ജർമ്മനിയും തമ്മിലുള്ള യുദ്ധം. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആഗോള ശക്തിയായി ഉയർന്ന അമേരിക്കയിൽ അത്ര വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എന്നതാണ് സത്യം. അതിൻ്റെ കാരണം യുദ്ധത്തിൻ്റെ പ്രഭവ കേന്ദ്രവും യുദ്ധം ഏറ്റവും അധികം കൊടുമ്പിരി കൊണ്ടിരുന്നതുമായ ഇടങ്ങളിൽ നിന്നൊക്കെ വളരെ അകലെയായിരുന്നു അമേരിക്കൻ ഭൂഖണ്ഡം. അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിടാൻ കാരണമായ ജപ്പാന്റെ പേൾ ഹാർബർ ആക്രമണത്തിന് ശേഷം അമേരിക്കയ്ക്ക് അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എന്ന് പറയുന്നതാകും ശരി. കാരണം മേൽ പറഞ്ഞതുപോലെ യുദ്ധത്തിന്റെ പ്രധാന വേദി യൂറോപ്പായിരുന്നു. യുദ്ധം എല്ലായിടത്തും നീണ്ടു നിന്നു, എങ്കിലും യൂറോപ്പായിരുന്നു അതിന്റെ പ്രഭവ കേന്ദ്രം. എന്നാൽ ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടായാൽ ഏതൊക്കെ രാജ്യങ്ങൾ സുരക്ഷിതമായിരിക്കും, ഏതൊക്കെ രാജ്യങ്ങൾ സുരക്ഷിതമല്ലായിരിക്കും? നിരവധി ചെറിയ സംഘർഷങ്ങൾക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരിക്കലും അവസാനിക്കാത്ത സംഘർഷങ്ങൾക്കും പുറമെ ലോകത്ത് നിലവിൽ രണ്ട് പ്രധാന യുദ്ധങ്ങളാണ് ഇപ്പോഴുള്ളത്. അതാണ് റഷ്യ ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഇറാൻ യുദ്ധവും. ഇവ രണ്ടും മൂന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായേക്കാവുന്ന ഒരു വലിയ സംഘടനത്തിലേക്ക് തിളച്ചു മറിയുകയും ലോകത്തെ മുഴുവൻ ഒരു വിനാശകരമായ യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യും. എന്നാൽ ഒരു ആഗോള യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ബോംബുകൾ വീഴാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ സുരക്ഷിതമായ താവളങ്ങൾ ഇനിയും അവശേഷിക്കുമോ? അടുത്തിടെ പുറത്തിറങ്ങിയ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2025 റിപ്പോർട്ട് അനുസരിച്ച് മൂന്നാം ലോക മഹായുദ്ധ സാഹചര്യത്തിൽ ഈ 10 രാജ്യങ്ങൾ ഏറ്റവും സുരക്ഷിതമായിരിക്കും. റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ അഴിമതി, ഫ്ലെക്സിബിൾ റിസോഴ്സസ്, നന്നായി പ്രവർത്തിക്കുന്ന ഭരണഘടന എന്നിവയുള്ള രാജ്യങ്ങളാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങൾ. 2008 മുതൽ ആഗോള സമാധാന സൂചിക പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള ഐസ്ലൻഡ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമെന്ന സ്ഥാനം നിലനിർത്തുന്നു. തൊട്ടു പിന്നാലെ അയർലൻഡ്, ന്യൂസിലൻഡ്, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ് എന്നിവയുമുണ്ട്. 2025 ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ 10 രാജ്യങ്ങൾ: 1 ഐസ്ലൻഡ്, യൂറോപ്പിലെ ഒരു രാജ്യമാണ് ഐസ്ലൻഡ്. 2 അയർലൻഡ്, അതും യൂറോപ്പിൽ തന്നെയാണ്. 3 ന്യൂസിലൻഡ്, അത് അങ്ങ് യൂറോപ്പിന് പുറത്ത് ഓഷ്യാനിയയിലാണ്. 4 ഓസ്ട്രിയ, അതും യൂറോപ്പിൽ തന്നെയാണ്. 5 സ്വിറ്റ്സർലൻഡ്, അതും യൂറോപ്പിൽ തന്നെയാണ്. 6 സിംഗപ്പൂർ, ആകെയുള്ള ഒരു ഏഷ്യൻ രാജ്യമാണ് സിംഗപ്പൂർ ഈ പട്ടികയിൽ ഇടം നേടിയ. 7 പോർച്ചുഗൽ, അതും യൂറോപ്പിൽ തന്നെയാണ്. 8 ഡെൻമാർക്ക്, യൂറോപ്പ്. സ്ലൊവേനിയ, യൂറോപ്പ്. ഫിൻലാൻഡ്, യൂറോപ്പ്. ഇങ്ങനെ രസകരമെന്ന് പറയട്ടെ, പട്ടികയിലെ ഏറ്റവും സുരക്ഷിതമായ 10 രാജ്യങ്ങളിൽ 8 യൂറോപ്യൻ രാജ്യങ്ങളാണ്. പട്ടികയിൽ ഇടം നേടിയ ഏക ഏഷ്യൻ രാജ്യമാണ് സിംഗപ്പൂർ. ഏറ്റവും സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നാണയത്തിന്റെ മറുവശം നോക്കാം. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമല്ലാത്തതായി കണക്കാക്കപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നും മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യത നേരിടേണ്ടി വരുന്ന രാജ്യം ഏതാണെന്നും കണ്ടെത്താം. ആഗോള സമാധാന സൂചിക പ്രകാരം 2022 ഫെബ്രുവരി മുതൽ രക്തരൂക്ഷിതമായ യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യയും ഉക്രൈനുമാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങൾ. ഒരു ആഗോള യുദ്ധം പുറപ്പെട്ടാൽ ഏറ്റവും അപകട സാധ്യതയുള്ള രാജ്യങ്ങൾ:
വർഷങ്ങളുടെ ആഭ്യന്തര യുദ്ധവും ആക്രമണങ്ങളും കൊണ്ട് തകർന്ന 2 ആഫ്രിക്കൻ രാജ്യങ്ങളായ സുഡാനും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും അതിനുശേഷം വരുന്നു. നമുക്ക് ആ 10 രാജ്യങ്ങൾ ഏതെന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ സ്ഥാനം കിട്ടിയിരിക്കുന്നത് റഷ്യയ്ക്കാണ്. യൂറോപ്പിലും ഏഷ്യയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭൂപ്രദേശമുള്ള രാജ്യമായ റഷ്യ. രണ്ടാമത്തേത് ഉക്രൈൻ. റഷ്യയും ഉക്രൈനും തമ്മിലാണ് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം. ഏകദേശം 2 വർഷമായി തുടങ്ങിയിട്ട്. 3 സുഡാൻ, ആഫ്രിക്കൻ രാജ്യമാണ് സുഡാൻ. 4 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, അതും ആഫ്രിക്കയിലാണ്. 5 യമൻ, അത് ഏഷ്യയിലാണ്. 6 അഫ്ഗാനിസ്ഥാൻ, അതും ഏഷ്യയിലാണ്. 7 സിറിയ, ആ രാജ്യവും ഏഷ്യയിലാണ്. 8 ദക്ഷിണ സുഡാൻ, അത് ആഫ്രിക്കയിലാണ്. 9 ഇസ്രായേൽ, അതും ഏഷ്യയിലാണ്. 10 മാലി, അതും ആഫ്രിക്കയിലാണ്. ഇത്രയുമൊക്കെ പട്ടികകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, അതായത് സുരക്ഷിതവും അരക്ഷിതവുമായ രാജ്യങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായ ഒരു സംശയം തോന്നും, അല്ലെ? ഈ അടുത്ത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരു യുദ്ധത്തിലേക്ക് പോയേക്കാവുന്ന സംഘർഷമുണ്ടായ ഇന്ത്യയും പാകിസ്ഥാനും ഈ പട്ടികയിൽ എങ്ങനെയാണ്? 1947 മുതൽ കടുത്ത ശത്രുക്കളായിരുന്ന ഇന്ത്യയും പാകിസ്ഥാനും കഴിഞ്ഞ മാസം നടന്ന ക്രൂരമായ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലെത്തി. ആഗോള സമാധാന സൂചിക 2025 പട്ടികയിൽ ഇന്ത്യ യഥാക്രമം 115ഉം പാകിസ്ഥാൻ 144 സ്ഥാനത്താണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഇന്ത്യയുടെ റാങ്ക് മാറ്റമില്ലാതെ തുടരുന്നു. അതേസമയം പാകിസ്ഥാൻ കഴിഞ്ഞ വർഷത്തെ 145 സ്ഥാനത്ത് നിന്ന് ഒരു സ്ഥാനം ഉയർന്നു. എന്നാൽ പാകിസ്ഥാന്റെ പുതിയ സുഹൃത്തായ തുർക്കി പാകിസ്ഥാന് തൊട്ടു പിന്നിൽ 146 സ്ഥാനത്താണ്.